ശിവരാത്രി വ്രതം എന്നത് കേവലം ഒരു ഉപവാസമല്ല, മറിച്ച് മനസ്സിനെയും ശരീരത്തെയും ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. പാലാഴി മദന സമയത്ത് ലോകത്തെ രക്ഷിക്കാനായി ഭഗവാൻ ശിവൻ കാളകൂട വിഷം പാനം ചെയ്തപ്പോൾ അത് ഭഗവാന്റെ ഉള്ളിൽ ചെന്ന് അപകടം സംഭവിക്കാതിരിക്കാൻ പാർവതി ദേവി ശിവന്റെ തൊണ്ടയിൽ അമർത്തിപ്പിടിക്കുകയും അന്നേ ദിവസം രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദേവിയുടെ ഈ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. കൂടാതെ ദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ കഠിന തപം ചെയ്തതും ഈ ദിവസമാണെന്നാണ് കരുതപ്പെടുന്നത്. ശിവരാത്രി വ്രതത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജാഗരണം അഥവാ ഉണർന്നിരിക്കുക എന്നതാണ്. വ്രത ദിവസം പകലും രാത്രിയും ഉറങ്ങാതെ ഇരിക്കുന്നത് വഴി നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ ഭഗവാനിൽ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. വ്രത ദിവസം പകൽ ഉറങ്ങുന്നത് വ്രതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് തടസ്സമാണെന്നാണ് വിശ്വാസം. മനസ്സ് തളരാതെ ഇരിക്കാനും ആലസ്യം ഒഴിവാക്കാനുമാണ് പകൽ ഉറക്കം പാടില്ലെന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഇതുവരെ പകൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ടതില്ല. ഭക്തിയോടെയും ശുദ്ധ മനസ്സോടെയും ചെയ്ത കാര്യങ്ങൾ ഭഗവാൻ സ്വീകരിക്കും. വ്രതം നിൽക്കുന്നവർ തലേ ദിവസം തന്നെ വ്രതം നിന്ന് തുടങ്ങണം. ശിവരാത്രി ദിവസം അതിരാവിലെ ക്ഷേത്രദർശനം നടത്തി ഭസ്മക്കുറി അണിഞ്ഞ് വ്രതം തുടങ്ങുന്നതാണ് ഉത്തമം. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് കരിക്കൻ വെള്ളമോ പഴങ്ങളോ കഴിക്കാവുന്നതാണ്. രാത്രിയിലെ 4 യാമങ്ങളിലും ശിവക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ ദർശിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും അതീവ പുണ്യകരമാണ്. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം കുടിച്ച് വ്രതം മുറിക്കുന്നതോടെ അഥവാ പാരണ വീടുക ഈ അനുഷ്ഠാനം പൂർത്തിയാകുന്നു. കുടുംബത്തിൽ ഐശ്വര്യം വരാനും ദീർഘമംഗല്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഈ വ്രതം ഏറെ ഗുണകരമാണ്. ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിച്ചാലും അന്ന് പകൽ ഉറങ്ങുന്നത് വിധിപ്രകാരം ഉചിതമല്ല എന്നാണ് വിശ്വാസം. ഇതിനെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്. ശിവരാത്രി ദിവസം രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഭഗവാനെ ഭജിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്നത് വ്രതത്തിന്റെ ഗുണത്തെ കുറയ്ക്കുമെന്ന് കരുതപ്പെടുന്നു. ശിവരാത്രി കഴിഞ്ഞുള്ള പകൽ കൂടി ഉറങ്ങാതെ ഇരിക്കുകയും അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ഉറങ്ങുകയുമാണ് ഉത്തമമായ രീതി. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പൂർണ്ണമായ വ്രതം എന്ന് വിളിക്കുന്നത്. എന്നാൽ കഠിനമായ ഉറക്കമൊഴിയൽ കാരണം ശരീരം വളരെ തളർന്നിട്ടുണ്ടെങ്കിൽ അല്പനേരം വിശ്രമിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഭക്തിമാർഗത്തിൽ വ്രതം നോൽക്കുന്നവർ പിറ്റേന്ന് വൈകുന്നേരം വരെ ഉറക്കം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഇതുവരെ നിങ്ങൾ പിറ്റേന്ന് പകൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അതോർത്ത് ഭയപ്പെടേണ്ടതില്ല. ഭക്തിയോടെ ചെയ്ത ഒരു കാര്യവും പാഴാകില്ല.